കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമുക്ക് പ്രാരംഭമായി യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37-38 വാക്യങ്ങൾ ശുപാർശ വായിക്കുന്നതായിരിക്കും. എല്ലാവരും ശ്രദ്ധയോടെ ആയിരിക്കും. യോഹന്നാൻ 7:37-38 വാക്യം വായിച്ചാൽ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. ഒന്ന്, ദാഹിക്കുന്നവർ. രണ്ട്, അവർ എന്റെ അടുത്തേക്ക് വരിക. എന്തിനാ വരുന്നത്? അവർ വന്ന് കുടിക്കട്ടെ. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, ദാഹിക്കുന്ന ഏവരും എന്ത് ചെയ്യുക? നിങ്ങളുടെ അടുത്ത് ദാഹമുണ്ടോ? ഞാൻ ഈ പറയുന്ന ദാഹം, അല്ലെങ്കിൽ വിശുദ്ധ വചനം പറയുന്ന ദാഹം, സ്പിരിച്വൽ തേഴ്സ്റ്റ്, ദാഹം, ആത്മീയമായ ദാഹം. ജഡത്തിന് ലഭിക്കുന്ന കഴിക്കുന്ന കുടിക്കുന്ന വിഷയമല്ല ഞാൻ ഈ പറഞ്ഞത്. ഹല്ലേലൂയ. ചേർന്ന് ശക്തിയോട് കർത്താവിനെ സ്തുതിച്ചാണ്. ഞാൻ എൻ്റെ ജീവിതത്തില് അതിസങ്കീർണമായ ചില പ്രശ്നങ്ങളെ നേരിട്ട് വളരെ അസ്വസ്ഥതയോടുകൂടി, വളരെ ഭാരത്തോടുകൂടി ദൈവസ്ഥാനം ഇരിക്കുകയാണ്. ഞാൻ കർത്തൃ സന്നിധിയിൽ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. എന്റെ കർത്താവേ, നീ എന്നെ കാണുന്നില്ലേ? എന്നെ അറിയുന്നില്ലേ? എന്റെ കണ്ണുനീർ എന്തേ കാണാത്തത്? എന്റെ ഉപവാസം, എന്റെ പ്രാർത്ഥനകൾ എന്തേ അവിടേക്ക് എത്താത്തത്? ഹല്ലേലൂയ. മുറി കഥകളടച്ചിട്ട് ഞാനിങ്ങനെ നിന്ന് ദൈവസന്നിധി മുട്ടുമേൽ നിന്ന് നിലവിളിച്ച് കരയും. ഹല്ലേലൂയ. അതിശക്തമായ ഹൃദയഭാരവും വേദനകളും ഉണ്ടായി. പെട്ടെന്ന് എന്റെ അടുത്ത് ആരോ അടുക്കുന്നത് പോലെ ഫീൽ ചെയ്തു. ഒരു കരം എന്റെ കണ്ണുനീരിനെ തുളച്ചു. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു. ചുറ്റും നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. എന്റെ ഉള്ളിൽ തോന്നി എന്റെ മോനകത്താണ് കയറുതാണ്. അന്ന് ഇളയ കുഞ്ഞുങ്ങളില്ല. ഹല്ലേലൂയ. ഞാൻ പിന്നെ കണ്ണുകളച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് തോന്നിയതാണ് അമ്മുറിക്കകത്ത് വെളിച്ച രൂപിയായി പ്രകാശത്തിൽ, നമുക്ക് നോക്കാൻ വയ്യാത്ത പ്രകാശം കൊണ്ട് നിറയപ്പെട്ട അതിതേജസ്സുള്ള ഒരുവനെ ഞാൻ കണ്ടു. ഹല്ലേലൂയ. പിന്നെ ഒരു വിഷയത്തെ ചൊല്ലി വ്യക്തിപരമായി ഞാൻ കരഞ്ഞിട്ടില്ല. എന്റെ നെടുവീർപ്പുകളെ വരെ അറിയുന്ന എന്റെ ദൈവത്തെ എന്റെ ജീവിതത്തിൽ എനിക്ക് തിരിച്ചറിയുവാനിട വന്നു. എന്റെ പ്രയാസങ്ങളെ, എന്റെ സങ്കടങ്ങളെ അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മുതൽ ആ അനുഭവിച്ച അനുഭവം കൂടുതൽ കൂടുതൽ അറിയുവാനുള്ള ദാഹമകത്തുണ്ടായി. പോരാ, ഇങ്ങനെ നിന്നാൽ പോരാ, ഒരു വിശ്വാസിയായി നിന്നാൽ പോരാ, ഈ അറിഞ്ഞ അറിവിൽ നിന്നാൽ പോരാ, അടുത്തൊരു തലത്തിൽ കടക്കണം, അടുത്തൊരു ലെവലിലേക്ക് എത്തണം. ഹല്ലേലൂയ. അറിയാത്ത കാണാത്ത മണ്ഡലങ്ങളെ കാണണം, അറിയാത്ത മേഖലകൾ അറിയണം. സ്പിരിച്വൽ തേഴ്സ്റ്റ്, ആത്മദാഹമുണ്ടായി. വിശുദ്ധവചനം പറയുകയാണ്, ദാഹിക്കുന്ന ഏവരും എന്റെ അടുത്ത് വരുവേ, എന്നിൽ നിന്ന് കുടിപ്പി. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചാൽ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവരും. അപ്പൊ ദാഹമുള്ളവർക്ക് ചെന്നിട്ട് കാര്യമുള്ളല്ലേ? ആർക്കെ ചെല്ലാൻ സാധിക്കുകയുള്ളൂ?
ആരെയാ വിളിക്കുന്നത്? ദാഹിക്കുന്നവരെ, അല്ലേ? ഹല്ലേലൂയ. ഒരു ദാഹം, ആത്മീയമായ ഒരു ദാഹം അകത്ത് കത്തുന്നുണ്ടെങ്കിൽ, കേവലം ഒരു ഞായറാഴ്ച ദിവസമോ പ്രത്യേകമായ ഏതെങ്കിലും ദിവസങ്ങളോ ഒതുങ്ങി നിൽക്കുന്ന ഹല്ലേലൂയ ഒരു ക്രൈസ്തവ സിസ്റ്റത്തിന്റെ ഭാഗമല്ല ഞാൻ ഈ പറയുന്നത്. അകത്തൊരു ദാഹമുള്ളവന് അവന്റെ ജീവിതത്തിലുടനീളം തമ്പുരാന്റെ പ്രസൻസിന് വേണ്ടി എപ്പോഴും കൊതിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. എനിക്ക് അങ്ങേ കൂടാതെ നിലനിൽക്കാൻ കഴിയത്തില്ല എന്നൊരു ബോധ്യം അകത്തുണ്ടായിരിക്കും. എന്റെ കർത്താവിനെ കൂടാതെ എനിക്ക് ചലിക്കുവാൻ കഴിയില്ല. എന്റെ കർത്താവിനെ കൂടാതെ എനിക്ക് മുന്നോട്ട് നീങ്ങുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരു സ്പിരിച്വൽ തേഴ്സ്റ്റ് അവന്റെ അകത്ത് ഫീൽ ചെയ്യും. അങ്ങനെയുള്ളവർ പറയുകയാണ്, വന്ന് എന്നിൽ നിന്ന് കുടിക്കുക. അതിന്റെ 39ാമത്തെ വാക്യത്തിലേക്ക് കടക്കുമ്പോൾ വായിക്കണ്ട, അവിടെ പറയുകയാണ് വെളിപ്പെടാനുള്ള പരിശുദ്ധാത്മാവ്, തന്നിലൂടെ വെളിപ്പെടാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചത്രേ അവൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്വ വിഷയം, ആ വാഗ്ദത്വ വിഷയത്തിൽ നിങ്ങൾ നിറയുക. ദാഹമുള്ളവന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാവും. രാമ്യം പറഞ്ഞാണ്. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പഴയ നിയമ പുസ്തകത്തില് യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 55-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവർ എന്റെ അടുക്കൽ വരുവിൻ. നിങ്ങൾ വന്ന ദ്രവ്യവും കൂടാതെ അല്പമില്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരാത്തതിന് നിങ്ങളുടെ രക്തബലം ചിലവാക്കുന്നത്. ക്ലിയർ ആയോ? 1-2 വാക്യം വായിച്ചു. ബാക്കി കുഴപ്പങ്ങളുണ്ട്. വായിച്ചാൽ വേഗം വായിച്ചാൽ. നന്മ അനുഭവിക്കുവാൻ പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചുകൊള്ളു എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് വരുവിൻ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാൻ തരാം വെള്ളം. വില കൊടുത്ത്, അല്ലെ? വില കൊടുത്ത് വാങ്ങിക്കുന്നതിനെ കുറിച്ചല്ല എല്ലായിടത്തും നമ്മൾ കേൾക്കുന്നത്. വില കൊടുക്കാൻ ഇല്ലാത്തവരെ നിങ്ങൾ വരിക, ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വരിക. മത്തായിയുടെ സുവിശേഷം 5-6. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം. നീതിക്ക് വിശക്കുന്നവൻ, ദാഹിക്കുന്നവൻ ഭാഗ്യവാൻ, അവർക്ക് തൃപ്തി വരും. നീതിയുടെ ഉടമസ്ഥനായ ക്രിസ്തുവിനെ, യേശു തമ്പുരാനെ, പരിശുദ്ധാത്മാവിനെ അതിനുവേണ്ടി ദാഹിക്കുന്നവൻ ഭാഗ്യവാൻ. രാമ്യം പറഞ്ഞാട്ട്. വെളിപ്പാട് പുസ്തകം 22:17. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവരും വരിക എന്ന് പറയട്ടെ. ആരോടാ, എന്തിനോടാ? കേട്ടണം. ആരായി പറയുന്നത്? പറയുന്നത് കേട്ടിട്ട് ആരാ പിന്നെ തിരിച്ചു പറയേണ്ടത്? മണവാട്ടി, അല്ലേ? മണവാട്ടിയും പറയട്ടെ, വരിക. വായിച്ചു. ദാഹിക്കുന്നവർ വരട്ടെ, ഇച്ഛിക്കുന്നവർക്ക് ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു കർത്താവ് തന്റെ മുമ്പിലായിരിക്കുന്ന ജനത്തോട് വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വന്ന് കുടിച്ചുകൊള്ളട്ടെ. ഹല്ലേലൂയ. യെശയ്യാവ് 55-ന്റെ 1-2 വാക്യങ്ങളിൽ ദാഹം തീർക്കുവാൻ എന്താണ് മാർഗം എന്നുള്ളത് അവിടെ നമ്മൾ വായിച്ചു. മത്തായിയുടെ സുവിശേഷം 5-6 വായിച്ചു. അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി വിശക്കുന്നവർ, ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. വെളിപ്പാട് പുസ്തകം 22:17 നമ്മൾ വായിക്കുകയാണ്. ഹല്ലേലൂയ. കേൾക്കുന്നവനും വിളിച്ചു പറയട്ടെ, മണവാട്ടി വിളിച്ചു പറയട്ടെ, വരിക, വരിക, വന്നു കുടിക്കുക. ഹല്ലേലൂയ. നിന്നെ തൃപ്തിപ്പെടുത്തുന്ന, നിന്റെ ദാഹത്തെ മാറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം ദാഹം ഉണ്ടാകണം, വേണ്ടായോ? ദാഹമില്ലാത്തവന്
ആ സന്നിധിയിൽ വന്നിട്ട് കാര്യമില്ല. എങ്ങനെയാ വരേണ്ടത്? ദാഹത്തോടെ വരണം. ദാഹത്തോടെ വരുന്നതെങ്കിൽ അവൻ നിന്നെ നിറയ്ക്കുക തന്നെ ചെയ്യും. നമുക്കറിയാം, ശമരിയക്കാരത്തി സ്ത്രീയുടെ അടുത്ത് യേശു കർത്താവിന്റെ ഒരു സംഭാഷണമുണ്ട്. അവൾ പറയുകയാണ്, ഇത്രയും ആഴമുള്ള കിണർ ഊരുവാൻ നിനക്ക് എന്തില്ല, അതിനുള്ള സംവിധാനം ഒന്നും നിന്റെ കയ്യിലില്ല, പിന്നെ നീ എങ്ങനെ വെള്ളം തരുമെന്നായി പറയുന്നത്? ഹല്ലേലൂയ. നീ പറയുന്ന വെള്ളം, അല്ലെ നീ പറയുന്ന വിഷയങ്ങൾ ലോകത്തിന്റെ വിഷയങ്ങളാണ്. ശമരിയക്കാരത്തിയ സ്ത്രീ പറഞ്ഞ വിഷയങ്ങളെല്ലാം ലോകത്തിന്റെ വിഷയങ്ങളാണ്. കർത്താവ് പറയുന്ന മറുപടിയോ, എന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നവന് ഞാൻ എന്ത് ചെയ്യും? കൊടുക്കും. അവൻ ജീവജലത്തിന്റെ നീറവയെ പകരും. പിന്നെയും നിനക്ക് ദാഹിക്കാതിരിക്കേണ്ടതിന് നിന്റെ ദാഹത്തെ അടക്കുന്ന ജീവജലത്തെ ഞാൻ പകരും. ഹല്ലേലൂയ. ലോകപ്രകാരമുള്ള ദാഹം, ലോകപ്രകാരമുള്ള ആഗ്രഹങ്ങൾ, അതിന് ഹല്ലേലൂയ ഹല്ലേലൂയ ചില മണ്ഡലങ്ങൾ കഴിയുമ്പോൾ അത് ജീവിതത്തിൽ വലിയ നാശങ്ങളിലേക്ക് എത്തപ്പെടും. അതുകൊണ്ടാണ് വചനം പറയുന്നു, ലൗകികന് ലോകപ്രകാരമായിരിക്കുന്നവന് കർത്തൃ സാന്നിധ്യത്തെ അനുഭവിക്കാൻ കഴിയില്ല. ജഡികന് ആത്മശക്തിയെ പ്രാപിക്കാൻ കഴിയില്ല. അപ്പോൾ ജഡശക്തിയിൽ നിൽക്കുന്നവന് ആത്മീയദാഹം ഉണ്ടാകുകയില്ല. ആത്മബലം അനുഭവിക്കണമെങ്കിൽ ലഭിച്ച വിടുതൽ, ലഭിച്ച നന്മകൾ, കർത്താവ് നൽകിയിരിക്കുന്ന പ്രാണൻ, കർത്താവ് നൽകിയിരിക്കുന്ന ആരോഗ്യം, സമ്പത്ത്, അനുഗ്രഹങ്ങൾ, തലമുറകൾ, കുടുംബത്തെ കുറിച്ചുള്ള ബോധ്യം നിന്റെ അകത്ത് കത്തുന്നുണ്ടെങ്കിൽ നീ ഓടി വരും. കർത്താവിനോട് ഡിമാൻഡ് ചെയ്യും, പരിശുദ്ധാത്മാവേ എങ്ങനെ ഒഴുകണമേ എന്നൊരു നിലവിളിയാവുന്നു ഉയരും. അങ്ങനെ ഉയരുന്നവന് സ്വർഗീയമായ ഒരു പകർച്ച അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ.